നിങ്ങളുടെ ലൈഫിലെ 20സിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ദെൻ ദിസ് വീഡിയോ ഈസ് ഫോർ യു. 20സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലത്തെ കുറച്ച് അധികം ഡിഫിക്കൽട്ടീസ് ഉള്ള ഒരു ഏജാണ് എന്ന് ഞാൻ പറയും. ബിക്കോസ് വി ഫേസ് ലോട്ട് ആൻഡ് ലോട്ട് ഓഫ് കമ്പാരിസൺസ്. ആദ്യമേ തന്നെ ടൈം ലൈൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ആരുടെയും ലൈഫിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ? ഇന്ന ഏജിൽ കല്യാണം കഴിക്കുന്നു, ഇന്ന ഏജിൽ ജോലിയാകുന്നു, ഇന്ന ഏജിൽ കുട്ടികളാകുന്നു, അങ്ങനെയൊക്കെ. ഞാൻ ഈ വീഡിയോയിൽ വളരെ ഷോർട്ട് ചെയ്തിട്ട് 4 പോയിൻറ്റ്സ് ആയിട്ട് ഇതിനെ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഡോണ്ട് കമ്പയർ യുവർ ടൈം ലൈൻസ് വിത്ത് അതർ പേഴ്സൺസ് ലൈഫ്. നിങ്ങളുടെ ഏജിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു 25, 26, 27 ആയിരിക്കും ഒരു പുതിയ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ പോലും വരുന്നത്. പക്ഷേ അതേസമയം നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാർക്ക് തന്നെ ചിലപ്പോൾ 23 അല്ലെങ്കിൽ 22 പോലും സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് മൂവ് ചെയ്ത ആൾക്കാരുണ്ടാവും. ഒരുപാട് പേര് പുറത്തു പോകുന്നു, ഒരുപാട് പേര് ഇവിടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയർ ലീഡ് ചെയ്യുന്നു. ഇതെല്ലാം കാണുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മുടെ ലൈഫിനെ ഒരു പ്രഷറിലേക്കാണ് ആക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമുക്ക് അതിലുമൊക്കെ ഒത്തിരി നല്ല നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. വളരെ നല്ല നല്ല ആളുകളെ നമ്മൾ ലൈഫിൽ ഇനിയും മീറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അവരെ പോലെ ആകാനുള്ള ആ ഒരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ മുന്നിൽ വരുന്ന ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കാണാതെ പോകും. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഹൈലൈറ്റ്സ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവരുടെ ലൈഫിലുണ്ടാവുന്ന നല്ല കാര്യങ്ങൾ അവർ ഹൈലൈറ്റ്സ് പോലെ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇടം. പക്ഷേ ഒരിക്കലും അവരുടെ ലൈഫിലത്തെ ഹൈലൈറ്റ്സിനെ നമ്മുടെ ലൈഫിലെ ബിഹൈൻഡ് ദ സീൻസ് ആയിട്ട് കമ്പയർ ചെയ്യരുത്. ബിക്കോസ് അവരുടെ ലൈഫിലും ഇതേപോലെ തന്നെ ബിഹൈൻഡ് ദ സീൻസ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അവർ ചിലപ്പോൾ അത് നമ്മളായിട്ട് ഷെയർ ചെയ്യാത്തതായിരിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങൾ വളരെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലും ബാക്കി നിങ്ങൾ ഈ ലോകത്ത് കാണുന്ന എല്ലാവരും അവരുടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സമയത്തുമാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അവർക്കും അവരുടെ ലൈഫിൽ ഒത്തിരി സ്ട്രെസ്സും ടെൻഷനും ഒരുപാട് ഫെയിലിയേഴ്സിനെയൊക്കെ അനുഭവിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. മേ ബി അവരത് പോസ്റ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും നമ്മൾ കാണാത്തത്. സോ ഒരിക്കലും അവരുടെ ഹൈലൈറ്റ്സും നിങ്ങളുടെ ലൈഫിലത്തെ നിങ്ങളുടെ ബിഹൈൻഡ് ദ സീൻസും ഈ സ്ട്രഗിൾസുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ആൻഡ് തേർഡ് തിങ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ തിങ് എന്ന് പറയുന്നത്, 20s ഈസ് ദ ഏജ് ഫോർ ലേണിംഗ്. പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഏജാണ് 20കൾ എന്ന് ഞാൻ പറയും. എന്ത് പഠിക്കാനുള്ളത്? നിങ്ങൾക്ക് മിസ്റ്റേക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഏജാണ് 20s എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പുതിയ പുതിയ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു ഏജാണ് 20s എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പുതിയ പുതിയ മൈൻഡ് സെറ്റിലേക്ക് വളരാനുള്ള സമയമാണ് 20s എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, ഈ 20കളിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഏതൊരു ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയയും നിങ്ങൾ അതിൻ്റെ ചെറിയ സ്റ്റേജിൽ തന്നെ നുള്ളിക്കളയരുത്. ബിക്കോസ് നിങ്ങളുടെ ലൈഫിലത്തെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും നിങ്ങളുടെ തലയിലുണ്ടാവുന്ന ആ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ പഠിച്ച ഒരു കരിയറുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യമായിരിക്കും. ബട്ട് അതുപോലും നിങ്ങൾ വിട്ടുകളയരുത്. നിങ്ങൾ പിന്നെ ഇതൊക്കെ എപ്പോഴാണ് ലൈഫിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്? 40കളും 50കളും ഒക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അത് സത്യമാണ്. പക്ഷേ ആ പ്രായത്തിലേക്ക് കടക്കുന്തോറും നമ്മുടെ ലൈഫിൽ റെസ്പോൺസിബിലിറ്റീസ് ഒത്തിരി കൂടിയാണ് വരുന്നത്. മേ ബി ആ ഒരു പ്രായത്തിലെത്തുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോകും. സോ നിങ്ങൾക്ക് മിസ്റ്റേക്സ് ക്രിയേറ്റ് ചെയ്യാനും, എങ്ങനെയുള്ള മിസ്റ്റേക്സ്? നിങ്ങൾ വളരെ ആഗ്രഹിച്ച് ചെയ്യാൻ മനസ്സിലുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു നോക്കാം. മിസ്റ്റേക്സിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഞാനൊരു ചാനൽ തുടങ്ങുന്നു. ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടാണോ ഞാൻ തുടങ്ങുന്നത്? അല്ല. ഇപ്പോൾ പോലും എനിക്ക് 145 സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉള്ളൂ. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ ദിവസവും എങ്ങനെ അത് ബെറ്റർ ആക്കിക്കൊണ്ട് വരണം എന്നാണ് ചിന്തിക്കുന്നത്, അല്ലേ? ഫസ്റ്റ് ഡേ നമ്മൾ മൈക്ക് വാങ്ങുന്നു, സെക്കൻഡ് ഡേ നമ്മൾ ട്രൈപോഡ് വാങ്ങുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ പഠിച്ചാണ് വരുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്.
എസ്പെഷ്യലി ഇൻ 20s. നിങ്ങൾ പഠിച്ച കരിയറായിട്ട് പോലും ബന്ധമില്ലാത്ത മേഖലകളിലേക്ക് നിങ്ങൾ എത്തി അവിടെ ഫ്ലറിഷ്ഡ് ആവാനുള്ള ചാൻസ് നിങ്ങൾക്കുണ്ട്. ആൻഡ് ഫോർത്ത് തിങ്, നിങ്ങളുടെ 20s എന്ന് പറയുന്നത് നിങ്ങൾക്ക് പതിയെ പതിയെ സേവിങ്സ് തുടങ്ങാനുള്ളൊരു സമയമാണ്. എങ്ങനെയുള്ള സേവിങ്സ്? നോട്ട് ഇൻ ദ സെൻസ് ഓഫ് മണി. പൈസ കൊണ്ട് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം, നിങ്ങളുടെ ലൈഫിലത്തെ വളരെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം. ആൻഡ് മൈ ഡിയേഴ്സ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കുന്ന ഹാബിറ്റ്സ് തുടങ്ങാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ് 20s. ഒരു 19 വയസ്സ് വരെ നമ്മുടെ പാരൻസ് പറയുന്നതെല്ലാം അനുസരിച്ച് നമ്മൾ അവരുടെ ഒരു ഹാബിറ്റിലാണല്ലേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ 20കൾ തുടങ്ങുന്നതോടെ അറ്റ്ലീസ്റ്റ് ഒരു മിഡ് 20സിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് വേണ്ടത് എന്നുള്ള ആ ഒരു മേഖലയിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ക്ലിയർ കട്ട് ഐഡിയ എങ്കിലും നമുക്ക് വരും. സോ ചെറിയ ചെറിയ ഹാബിറ്റ്സ് നിങ്ങൾ തുടങ്ങുക. ഫോർ എക്സാമ്പിൾ, രാവിലെ എഴുന്നേൽക്കുന്നത്, മോർണിംഗ് റുട്ടീൻസ് ചെയ്യുന്നത്, പുസ്തകങ്ങൾ വായിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചോളൂ, നിങ്ങളുടെ 20കളിൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ലൈഫിൽ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും കൂടുതലും നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് നയിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് വീട്ടിലുള്ള ആൾക്ക് 23 വയസ്സിലെ വളരെ നല്ലൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞ് നമ്മുടെ തലയിലുള്ള ഒരുപാട് നല്ല നല്ല ഐഡിയാസിനെ ഫുള്ള് ക്രാഷ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഓക്കെ പെട്ടെന്ന് കിട്ടുന്ന ജോലി അല്ലേ, പെട്ടെന്ന് കിട്ടുന്ന ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഒരു എക്കണോമിക്കൽ ഇൻകത്തിനെ ഒഴിവാക്കിയതിന് ശേഷം ഇത് ചെയ്യണമെന്നല്ല. ബട്ട് ഈവൻ ദോ നിങ്ങൾ ആ ജോലി ചെയ്യുമ്പോൾ പോലും നിങ്ങൾ ഇതാണോ ആഗ്രഹിച്ചത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയം കൂടിയാണ്. ഒത്തിരി എന്താ പറയുന്നത്, കുത്തുവാക്കുകളൊക്കെ കേൾക്കുന്നൊരു പ്രായം തന്നെയാണ് 20s അല്ലേ. ജോലിയായില്ലേ, കല്യാണം കഴിക്കുന്നില്ലേ, ഇനി കല്യാണം കഴിച്ച കുട്ടികളായില്ലേ, കുട്ടികളായി കഴിഞ്ഞാൽ അടുത്ത കുട്ടി എപ്പോഴാണ്, അല്ലെങ്കിൽ പഠിച്ച് ജോലി ആയി കഴിഞ്ഞോ ഇത്രയേ ഉള്ളോ, നിൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ ഇതിനേക്കാളും നല്ല ഹയർ സ്റ്റഡീസിലേക്ക് പോകുന്നുണ്ട്. സോ വാട്ട്? എൻ്റെ ലൈഫും അവരുടെ ലൈഫും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. സോ നമ്മൾ അവരോട് പറയുക, നിങ്ങൾ ആദ്യം എൻ്റെ ലൈഫും അവരുടെ ലൈഫും തമ്മിലുള്ള ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ഇത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നും പറയണ്ട, ബിക്കോസ് നിങ്ങളുടെ 30s അതിനുള്ള റിപ്ലൈ കൊടുത്തോളും. സോ മൈ ഡിയേഴ്സ്, ഫോക്കസ് ഓൺ യു, ഫോക്കസ് ഓൺ യുവർ മെൻ്റൽ ഹെൽത്ത്, ഫോക്കസ് ഓൺ യുവർ പീസ്, ഫോക്കസ് ഓൺ യുവർ കരിയർ, ഫോക്കസ് ഓൺ യുവർ മൈൻഡ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും താങ്ക് യു, ബൈ.